ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആളാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രത്തിൽ നിന്നൊരു സ്വിച്ച് ആയിരുന്നു, ഒരു സെക്കൻഡ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഹലോ എന്നുള്ള മൂവിയിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് ശരിക്കും ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ സിനിമയിലെ ഫഹദ് ഫാസിലിൻ്റെ ഫാദർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, യെസ്, ആ ഒരു സ്വിച്ച് എങ്ങനെയായിരുന്നു? കാരണം വില്ലൻ റോളിൽ നിന്നും ഇങ്ങനെ ഒരു എവല്യൂഷൻ സംഭവിച്ച ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ കാല് തട്ടി വീഴുന്ന പോലെയാണ്, അറിയാതെ കാല് തട്ടി വീഴുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയറക്ടർ വിളിക്കുമ്പോഴത്തേക്ക് ഇന്ന കഥാപാത്രം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അല്ല വിളിക്കുന്നത്. അത് ചേട്ടാ എങ്ങനെയാണ്, ഡേറ്റ് ഉണ്ടോ, ഇന്ന ദിവസം ഇത്ര ദിവസം വരെ, നമുക്കൊരു 10 ദിവസം ഡേറ്റ് വേണം, അല്ല 5 ദിവസം ഡേറ്റ് വേണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ക്യാരക്ടറൊക്കെ ചോദിക്കുന്നത്. ചേട്ടാ ഇതൊരു ഒരു ഹ്യൂമർ ടച്ചുള്ള കോമഡി ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഇതൊരു ക്യാരക്ടർ റോളാണ്, ഫഹദ് ഫാസിലിൻ്റെ അച്ഛനായിട്ടാണ്. അത് പറയുമ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പം ഉണ്ടല്ലോ. അത് നല്ല സ്വഭാവമുള്ള, പ്രത്യേകിച്ച് ഫഹദിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേനൊരു സിമ്പിൾ ഹമ്പിൾ മനുഷ്യനായിരിക്കണം. അപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കൺസീവ് ചെയ്യും. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു ക്യാരക്ടർ കയറും. അത് നമ്മൾ സ്ഥിരപ്പെടുത്തും. അതാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത്. അത് എക്സിബിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ അവർ സ്വീകരിക്കും. ഇപ്പം കാർബൺ ടച്ച് ചെയ്തു അല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ശാലോമന് ആ സിനിമ കണ്ടപ്പോൾ, കാർബൺ സിനിമ കണ്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ ടച്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴും അത് ഏറ്റു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ നമ്മളെ സ്പർശിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണേ നമ്മൾ അവതരണം നല്ലതായിരിക്കണം, നന്നായിട്ട് അഭിനയിക്കണം അല്ലേ. അല്ല ക്യാരക്ടർ അല്ലാതെ മാറിക്കഴിഞ്ഞാൽ പോയി, ആ ക്യാരക്ടർ കുളവായി പോകും. ഈ സിനിമയിൽ എങ്ങനെയാണ് ഒരു കൂൾ ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വല്യപ്പച്ചൻ? ഡിഫറെൻറ്റ് കഥാപാത്രമാണ് ഇത്. അതായത് ഈ ഹീറോയുടെ വളരെ അടുത്ത ഒരു ബന്ധുവോ എന്നുള്ള രീതിയിൽ അവനോട് ഇൻറ്റിമസിയുള്ള, അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാകും, 1-2 ഫ്രണ്ട് ഉണ്ടാകും, അധികം ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഇൻറ്റിമേറ്റ് ആയിട്ട് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് വിളിക്കും, വിഷ് ചെയ്യും, അല്ല അവരോട് ചോദിക്കും എന്നാണ്ട് വിശേഷം, സുഖമാണെന്ന് അറിയിക്കില്ല. ആദ്യം ചോദിക്കും എന്നാണ്ട് വിശേഷം. ഞങ്ങളുടെ കോട്ടയം കൊളക്കൽ ലാംഗ്വേജ് പറയും എന്നാ ഉണ്ട് മോനെ വിശേഷം എന്ന് ചോദിക്കും, സുഖമാണെന്ന് ആരും ചോദിക്കില്ല. അത് കഴിഞ്ഞാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ സുഖമല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ സുഖമാണോ, സുഖമാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട്, ഒരു ഉത്തരവുണ്ട്. കാരണം ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു സുഖമുണ്ട്. അതായത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നു, ആ വ്യക്തി അതിന് ഉത്തരം പറയുന്നു. അത് ഒരു പേഴ്സണൽ ടച്ചാണ്. ഞാൻ ശാലോമോട് ചോദിക്കും, ശാലം പറയൂ സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ടച്ച് ചെയ്യും. കാരണം നമ്മൾ ഒരു സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ തലോട്, സ്നേഹമുള്ള ഒരാൾ തലോടുന്ന പോലെയാണ്, ഒരു തലോടലാണ്. നമുക്ക് ഓരോരുത്തരും ജീവിക്കുന്ന 3 കാലങ്ങളിലാണ്, ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഇന്നലകളിലെ ദുഃഖങ്ങളെ മറക്കുകയും ഇപ്പോഴത്തെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അയവിറക്കുകയും ചെയ്യുക എന്ന സ്വാഭാവിക പ്രകൃതമാണ്. നാളെ എന്ന് പറയുന്നത് എന്താണ്? ഭാവിയുടെ കാലങ്ങളാണ്, പ്രതീക്ഷയുടെ അല്ലെ പ്രത്യാശയുടെ കാലങ്ങൾ. ഇന്നെന്ന് പറയുന്ന വർത്തമാനകാലം കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കാലങ്ങളും അനുഭവിച്ചുകൊണ്ട് വേണം ഈ സിനിമ തീർക്കാൻ. തുടക്കം മുതൽ അവസാനം വരെ ഈ 3 കാലങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. അത് ആ കഥാപാത്രം അല്ലെങ്കിൽ ഹീറോയുടെ അനുഭവങ്ങളായിരിക്കും നമ്മുടെ അനുഭവങ്ങളാക്കി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കും. അറിയാതെ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് ഇത് സംവേദിക്കപ്പെടും അല്ലേ. അങ്ങനെയാണല്ലോ, ഓരോ സിനിമ കാണുമ്പോൾ നമുക്കോരോ അനുഭവങ്ങളുണ്ടാകും. അപ്പം ശാലോമിന് ആ കാർബൺ കണ്ടപ്പോൾ ആ കഥാപാത്രത്തെ സ്പർശിച്ച പോലെ ആ കഥാപാത്രത്തെ സ്പർശിച്ച് കഥ നമ്മളെ സ്പർശിക്കും, കഥ നമ്മളെ ടച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്താണ്? അതിൻ്റെ ഇമോഷനാണോ, കഥയാണോ, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി ഇതിന് കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, ഒരു സസ്പെൻസ് ഉണ്ട്, ത്രില്ലറുണ്ട്, പിന്നെ ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് തുടക്കം മുതൽ അവസാനം വരെ. നമ്മൾ തിയേറ്ററിൽ അറിയാതെ ഇരുന്ന് പോകും, അത് ആസ്വദിക്കാൻ പറ്റും. പ്രൊഡക്ഷൻ ടീമിനെ പറ്റി ചോദിച്ചില്ലേ, ഞങ്ങൾക്ക് പ്രൊഡക്ഷന് ഏറ്റവും വലിയ കോർഡിനേഷൻ തന്നത് രാഘേന്ദ്രാണ്. നമ്മൾ പ്രൊഡ്യൂസർ ബോംബെക്കാരനാണ്, അപ്പോൾ എല്ലാവരുമായിട്ട് പുള്ളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നത് രാഘേന്ദ്രാണ്. അന്നുപോലെ ഇന്നുവരെ ഉണ്ട്. എന്നാലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വെരി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. ഓക്കെ, അന്നുപോലെ ഇന്നുവരെ ഉണ്ട്. എന്നാലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വെരി ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മീ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അത് മേക്കപ്പിൻ്റെ ആയാലും പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ആയാലും എല്ലാം നല്ല സ്നേഹത്തോടുള്ള സഹകരണമാണ്.
അതൊരു ആ ടീമിന്റെ സഹകരണമാണ് ഒരു പടത്തിന്റെ വിജയം. വിജയം. അപ്പോൾ നല്ല സക്സസ് ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.